എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വണ്ടി ലോഡായിട്ടുണ്ട്, ആപ്പിൾ ലോഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ആക്കിയാലും വണ്ടി എടുത്തിട്ട് റീപ്പറൊക്കെ അഴിച്ചു വെച്ചേക്കായിരുന്നു, അതെല്ലാം പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആപ്പിൾ മാർക്കറ്റിലാണ് നമ്മൾ, അത് സോപ്പൂർ ആപ്പിൾ മാർക്കറ്റിലാണ്. രാവിലെ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ലോഡ് കയറ്റിയിട്ട് വേറൊരു സ്ഥലത്തുനിന്നാണ് ബാക്കി കയറ്റാനുള്ളത്. ആപ്പിളൊക്കെ ആയി വരുന്നേ ഉള്ളൂ, ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കൂടുതൽ ലോഡ് ആവുകയുള്ളൂ. അപ്പോൾ അത് റീപ്പറെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു. അതിനകത്ത് ഈ ആപ്പിൾ ആയതുകൊണ്ട് ആപ്പിളിൻ്റെ പെട്ടി ഡാമേജ് ആയിരിക്കാൻ വേണ്ടി ഈ വേലി വേണം. സാധാരണ ഈ വഴി ഇങ്ങനെയുള്ള വണ്ടികൾ ഇവർക്ക് ഒക്കെ കയറ്റാൻ താല്പര്യമില്ല. ഇതുണ്ട് ഇവിടുത്തെ വണ്ടികളെല്ലാം സൈഡ് ബോഡി മോളി വരെ ഉള്ളതാണ്, പൊക്കമുള്ളതാണ്. അതിലാകുമ്പം ആപ്പിൾ ബോക്സുകളൊന്നും ഡാമേജ് ആകില്ല, കയറ് കെട്ടുമ്പോൾ ഒന്നും അതിൽ വരത്തില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലേക്ക് ലോഡ് കയറ്റി കെട്ടുമ്പോഴത്തേക്കും കുറച്ച് ബോക്സിൻ്റെ സൈഡൊക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ചായ കുടിക്കാം. രാവിലെ പണിയെടുത്ത് മടുത്ത്. ആണോ? എന്നാ കാണിച്ചിട്ട് ശരീരം ഒന്ന് അനങ്ങി. ആ, പൊടി എന്നാ പൊടിയല്ലേ. പക്ഷേ ഇവിടുത്തെ പൊടി കുറവുണ്ട്. അതെ. അപ്പുറമൊക്കെ ടാറിങ് ഉണ്ട്, ഇതും ടാറിങ് ഉണ്ട്. ഇവിടെ ഇച്ചിരി പോയോണ്ടായി. എന്നാലും പൊടി അടിക്കാതിരുന്നേ ചടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ആപ്പിളെല്ലാം മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്ന ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. ആപ്പിൾ കുറവാണ്, നല്ലപോലെ വരുന്നില്ല. അതെ, ആയി വരുന്നല്ലേ ഉള്ളൂ. ഇന്നലെ നമ്മൾ പോയി കണ്ടില്ല, ഒന്നും പറിച്ചില്ലല്ലോ. അതെ, എല്ലാം ആപ്പിൾ മരത്തെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ ആപ്പിൾ മാർക്കറ്റുകൾ ഒരുപാടുണ്ട്. ഇതേ മുസ്തഫ മെമ്മോറിയൽ ഫ്രൂട്ട് മണ്ടി, സോപ്പൂർ. അപ്പോൾ രാവിലെ ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചേക്കാം. ചായ കിളി റെഡിയായി വരുന്നേ ഉള്ളൂ. കിളി പതുക്കെ വരുന്നുള്ളൂ. കിളി പിന്നെ പതുക്കെ വന്നാൽ മതി. ഇന്നലെ ആ പടം എടുത്ത് ഈ പൊടിയെല്ലാം അടിച്ച്. അതായത് ഇന്നലെ ശരിക്കും അടുത്ത്. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു പതുക്കെ വന്നാൽ മതി എന്നുള്ളൂ. ഇതണ്ട പണിക്ക് പോകുന്ന രാവിലെ എല്ലാവരും റെഡിയായോ? അവിടെ പണിയുണ്ടായിരുന്നു, റീപ്പറൊക്കെ പിടിപ്പിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ കരുതി കുളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന്, ഞാൻ പിന്നെ കുളിക്കാൻ കയറി. ചായ കുടിക്കാന്നാ? നിങ്ങൾ കുടിച്ചില്ലേ? ഞങ്ങളൊരു ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചു. ഇതൊക്കെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നാണോ? പെട്ടിയാ അതല്ലേ. അത് മാർക്കറ്റിനകത്ത് കയറിയില്ല കേട്ടോ. അപ്പം വല്ല അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഓരോരുത്തരുടെ ഗോഡൗൺ ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ കൊണ്ടുവന്നായിരിക്കും. ഇവിടെ പിന്നെ ഒരു ഗുണമുണ്ട്, നല്ലൊരു മാർക്കറ്റ് ആയത് കേട്ടോ. വലിയ ടാറിങ് ഒക്കെ ഉള്ളതുകൊണ്ടേ വലിയ പൊടിയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി കയറ്റിയ മാർക്കറ്റ് മൊത്തം പൊടിയായിരുന്നു. അവിടെ ടാർ ചെയ്യാത്ത മാർക്കറ്റിന്റെ വെളിയിൽ ഇറങ്ങിയ പൊടിയാ. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇത് ഫ്രീസർ വണ്ടിയാ. ഇത് എങ്ങോട്ട് വന്നാ? അതും എങ്ങോട്ടേലൊക്കെ പോന്ന ചില സ്ഥലങ്ങളിലേക്ക് ഫ്രീസർ കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ സ്റ്റോറിൽ നിന്നൊക്കെ കൂടുതലും ആ വണ്ടിയല്ല പോകുന്ന ലോഡ്. വണ്ടി എന്തേ? അതാ ഞാനും നോക്കുന്നേ. കൊറേ ആയാലും എൻ്റെ അകത്തൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതല്ലേ വണ്ടി കിടക്കുന്നേ. കിട്ടി. നിങ്ങൾ ഇനി ഓരോരുത്തർ പോയി കുളിച്ചോ? കുളിക്കാം. എന്നാ ഇതേ ഇവിടെ കയറ്റാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. രാവിലെ ഭയങ്കര ധൃതിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ്. നമ്മൾ ഇന്നലെ ഇവിടെ ലോഡ് കയറ്റുന്ന മാർക്കറ്റിൽ വന്നതാണ്. എന്നിട്ട് ഇന്നലെ ലോഡൊന്നും ആയില്ല. ഇതുവഴി ഇങ്ങനെ അലഞ്ഞ് നടന്ന് ഞാൻ മടുത്തുപോയി ഇന്നലെ പൊടിയൊക്കെ കാരണം. പൊടിയൊക്കെ അടിച്ച ശകലം ശരിക്കും ലോറിപ്പണി ഇങ്ങനെ കുറച്ച് പൊടിയൊക്കെ അതല്ലെന്നാരും പറയണില്ല. ഇവിടെ പൊടി കുറവാണ്. അത് ശരിയായിട്ട് ഇവിടെ പൊടി കുറവായിരുന്നു. പിന്നെ വെയിലായിരുന്നു, അതായിരുന്നു മെയിൻ പ്രശ്നം. വെയിലത്തോടെ ഇങ്ങനെ നടക്കണ്ടേ, അതായിരുന്നു വലിയൊരു പ്രശ്നം. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ വന്ന് ഈ വെയിൽ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നപ്പോൾ വെയിലെന്ന് പറയുന്ന സംഭവം ഇല്ല. ശകലം വെയിലിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അതെ, അവര് നമ്മളെ ഫാമിലി മെമ്പേഴ്സാ. राजस्थान में कहाँ? जोधपुर है। वो पीछे का गाड़ी? माला गई। गुजरात का। क्या नाम है? याकूब। आपका? अकरम। अकरम खान बहुत है राजस्थान में, सबका नाम अकरम है. ഇവര് നമ്മളെ പത്താംകോട്ട് വെച്ച് നമ്മുടെ പുറകെ വന്നായിരുന്നു പറഞ്ഞു, നമ്മള് കണ്ടില്ല. പിന്നെ അവര് പറഞ്ഞു എപ്പോഴേലും എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന്. കണ്ടു. ഇവിടെ കാര്യം പറഞ്ഞപ്പോ 24 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളൂ, പക്ഷെ ചൂടുണ്ട്. ഇന്നലെ 30 ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് 24 ഉള്ളു. എന്നാലും വെയിലിന് കാഠിന്യം കൂടുതൽ. അത് എന്നാന്നറിയോ, നമ്മള് പിന്നെ ലഡാക്കിലൊക്കെ പോയി തണുപ്പിലല്ലായിരുന്നോ? അതെ, തണുപ്പത്ത് നിന്നിട്ട് പിന്നെ ഇങ്ങോട്ടും ഒന്നുകൂടെ ചൂട് കൂടുതൽ. പിന്നെ ചൂട് ഈ പൊടി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും. ഞാൻ കുളിക്കാൻ കയറിയിട്ടുള്ളല്ലോ, അയ്യോ കയ്യും ചെവിക്കത്തൊക്കെ പൊടിയായിരുന്നു. ഇതുണ്ട്, ഇത് ചായ കൊണ്ട് വരുന്ന ആളാ. ഇവിടുത്തെ പാവ ഇങ്ങനെ കണ്ടോ, സ്റ്റാർ പോലെ ഇരിക്കുന്നു. വണ്ടിക്കാർക്ക് ഇങ്ങനെ ചായ ഒക്കെ കൊണ്ടാണ് കൊടുക്കുന്നത്. പർവേസ്. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ട്, സ്കാനറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ തന്നെ സൗകര്യം വേണം, പൈസ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇപ്പോഴേ ഇതുവരെ ലോഡ് കയറ്റാൻ തുടങ്ങിയില്ല. രാവിലെ ഓഫീസുകാരൻ പ്രോത്സാഹന സമ്മാനം തന്നാണെന്ന് അറിയത്തില്ല. 7 മണിയായപ്പോ. അതെ, 11:30 അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ആ ലോഡ് ക്യാൻസലായെന്ന് പറയുന്നു. ഓ, ബാംഗ്ലൂരിനായിരുന്നു പറഞ്ഞിരുന്നത്, അത് ക്യാൻസലായെന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇപ്പം വേറെ ആക്കാന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായി, ഇന്നൊന്നും ആവാൻ സാധ്യതയില്ല. എനിക്കും അങ്ങനെ തോന്നുന്നു. ഇപ്പം എന്താണ് ഇനിയിപ്പം ചെയ്യുന്നതെന്ന് നമുക്ക് ആലോചിക്കാം. എന്നാ പറയാനാ, ഹിമാചലിലോട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. അവിടുന്നാണ്, അവിടെ ഇപ്പം നല്ല സീസൺ ടൈമാണ്, അവിടുന്നാണ് നാട്ടിലോട്ട് ലോഡ് കിട്ടിയാനെ. പക്ഷെ ഒത്തിരി ദൂരം കാലി ഓടണം. അതിലും 2 ദിവസം വെയിറ്റ് ചെയ്യുന്നതാ. അതാ പിന്നെ ഓർത്തേ, കാലി ഓടുന്ന ബുദ്ധിമുട്ട്. കാലി ഓടിയാലും ഇവിടുന്ന് അവിടുന്നൊക്കെ വാടകയൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. കാലി ഇവിടുന്ന് അവിടെ ഇരുന്ന് പോകണ്ടേ? കാലി ഓടുമ്പോ പോയി കുലുക്കോ ഭയങ്കര യാത്രാസുഖം പോരാ. രാവിലെ ഒരു ആപ്പിള് കഴിക്കാം. അതെ, 2 ആപ്പിളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. അതെ, ലോഡിന്റെ കാര്യം ഒന്നും ഉറപ്പായിട്ടില്ല. അടിപൊളി ആപ്പിള. ഏതൊക്കെയായാലും ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായി. അതെ, ഇന്നിപ്പോ ഒന്നും ആകാൻ സാധ്യത ആവുകയല്ല. രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും ഇന്ന് ഇനി ആകുകയല്ല. ആപ്പിൾ ലോഡും വന്നേക്കുന്നത് കുറവാ, വളരെ കുറവാ. വെറുതെ അല്ല ലോഡില്ലാത്ത. അല്ലെങ്കിലും കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും ലോഡായിട്ടില്ല, ലോഡില്ല. ബാംഗ്ലൂർ വരെ ഉള്ളൂ. ബാംഗ്ലൂരും പിന്നെ കർണാടകയിലേക്കും കുറവാ പറയണേ. ആന്ധ്രയും മഹാരാഷ്ട്ര, ഗുജറാത്ത്, UP, ബീഹാർ, ഒറീസ, അങ്ങനെ ആ സൈഡിലേക്കാണ് കൂടുതലും ലോഡ് പോകുന്നത്. ഏതൊക്കെയായാലും ലോഡില്ല. പട്ടിണി കിടക്കണ്ടല്ലോ, കഴിച്ചേക്കാം. ഇവിടെ ബിരിയാണി ഉണ്ട്, ചോറുണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, ചോറിന് ഡാലുണ്ട്, കറി റോഗൻ ജോഷ് ഉണ്ട്. പക്ഷെ കറി വേറെ ഒന്നുമില്ല. എന്താ വേണ്ടേ? റോഗൻ ജോഷ് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ബിരിയാണി തന്നെ പറയാം. ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പോത്ത് ബിരിയാണി ഉണ്ട്. എന്നാ വേണ്ടേ? ഏതായാലും കഴിക്കും ബിരിയാണി. കൊതിച്ചേക്ക് വിശന്നിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. പക്ഷെ എനിക്ക് റൈസ് മതിയായിരുന്നു, പക്ഷെ റൈസിന് ദാല് മാത്രമേ ഉള്ളൂ. റോഗൻ ജോഷ് ഉണ്ട്, രാജമക്കറി വേണ്ട. രാജമക്കറി കുഴപ്പമില്ല, പക്ഷെ എന്നാലും അല്ല പിന്നെ ചിക്കൻ വേറെ കറി കിട്ടുമോ എന്ന് നോക്കിയിട്ടില്ല. ആദ്യം ആലോചിച്ച ആൾ പറഞ്ഞായിരുന്നു പോത്ത് ബിരിയാണി പറഞ്ഞത്, സാധനം വന്നിട്ടുണ്ട്. അടുത്ത വരുന്നുണ്ട്. ഞാൻ നോക്കിയിരുന്നു, അച്ഛൻ നോക്കിയിരിക്കും. ഞാൻ റിക്വസ്റ്റ് ചെയ്തുണ്ടോ വൈറ്റ് റൈസും ഒരു ചിക്കൻ പീസും കൂടെ പറഞ്ഞു. ഇതേ നമ്മുടെ രാജ്മ കറി ഉണ്ട്, രാജ്മ കറി നല്ലതാ കേട്ടോ. കണ്ടിട്ട് എനിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്നാ ബിരിയാണി മാറ്റി ഇത് പറഞ്ഞു നല്ല കുഴപ്പമില്ല, ബിരിയാണി പറഞ്ഞു പോയില്ലേ, വന്നല്ലോ, ഇങ്ങനെ കഴിക്കാം. അപ്പം നേരെ നമുക്ക് കാലി പോയേക്കാം. വേറെ ലോഡ് തപ്പിപ്പോവാം നമുക്ക്. അല്ല, പഞ്ചാബിലെങ്ങാനും ചെന്ന് എന്തേലും കയറ്റാം, ആപ്പിള് കിട്ടാൻ പാടാ. ഇപ്പോഴേ ഇതുണ്ടോ, മാർക്കറ്റെല്ലാം കാലിയായല്ലോ, ഇന്നത്തെ പണി തീർന്നു. രാവിലെ കുറേ വണ്ടികളുണ്ടായിരുന്നു, അതെല്ലാം കയറ്റിപ്പോയി. അപ്പോൾ നമുക്ക് നേരെ ഇനിയും തിരിച്ച് ശ്രീനഗറിലേക്ക് വിട്ടേക്കാം. ഇതുണ്ടോ, ഇതെല്ലാം ലോഡ് കയറ്റാനുള്ള വണ്ടികളും പകുതി കയറ്റിയ വണ്ടികളും ലോഡാവാത്ത വണ്ടികളുമായി കിടക്കുന്നതല്ല. വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. ചില വണ്ടികളൊക്കെ പകുതി ലോഡായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് ആ വണ്ടിയൊക്കെ പകുതി കയറ്റി, ബാക്കി ഇനിയിപ്പോൾ നാളെ കയറ്റുള്ളായിരിക്കും. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, എല്ലാം ഇവിടുത്തെ വണ്ടികളാണ്. വെളിയിൽ നിന്നുള്ള വണ്ടികൾ വളരെ കുറവാണ്. രാജസ്ഥാൻ, UP, അതെ, രാജസ്ഥാൻ, UP, ജമ്മു ആൻഡ് കാശ്മീർ, പിന്നെ പഞ്ചാബ് വണ്ടികളാണ് കൂടുതലും. ഇപ്പോഴേ നമ്മുടെ ആപ്പിളുമായിട്ട് പോകാം എന്നുള്ള ആഗ്രഹം മാറ്റി വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും കയറ്റാം. ഇവിടുന്ന് ഒരു ശകല സാധനം നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ടുപോകണ്ട, അത് നമുക്ക് കയറ്റിക്കൊണ്ടു പോകാം. എന്നിട്ട് അതിൻ്റെ ബാക്കി വേറെ എന്തെങ്കിലും കൂടെ കയറ്റാം. എന്നാ പിന്നെ അങ്ങനെ നോക്കിയേക്കാം. എന്നാ പിന്നെ നേരത്തെ ഇതൊക്കെ വിളിച്ച് റെഡിയാക്കണ്ടായിരുന്നു. അത് നേരത്തെ അറിയായിരുന്നു. അതെ, 240 രൂപ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. അതെന്നറിയോ, അതിവിടെ മാർക്കറ്റിലെ പൈസ ലോഡായോ ഇല്ലയോ അതൊന്നും അറിയേണ്ട കാര്യമില്ല. അതെ, അത് കൊടുക്ക്, വേറെ മാർഗം ഇല്ലല്ലോ. അതെ. അപ്പൊ ഇനി പോകുന്ന വഴിക്കേ വേറെയും കുറെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ പിരിവുണ്ടാവും, എല്ലാം കൊടുത്തേ പറ്റുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വെക്കോ. രണ്ട് ദിവസം 3 ദിവസമായി പറയുകയാണെങ്കിൽ അല്ലേ? അതെ, 3 ദിവസമായി. രാവിലെ കയറ്റാന്ന് പറഞ്ഞ ലോഡ് കയറ്റാന്ന് പറഞ്ഞ് 7 മണി ആയപ്പോഴത്തേക്കും അവർ വിളിച്ച. രാവിലെ ഒന്ന് സന്തോഷിച്ചായിരുന്നു. എന്നെ അവിടെ മോൻ കഴിയാൻ പോലും സമ്മതിച്ചില്ല. ഓടിപ്പാഞ്ഞ അവിടെ ചെന്ന് ചീട്ടും മേടിച്ച് കയറ്റാനായിട്ട് വണ്ടി എടുത്ത് മാർക്കറ്റിൽ പോയത്. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം വ്യാമോഹമായിരുന്നു. ഞാനും കരുതി രാവിലെ കുളിച്ച് റെഡിയാക്കി വന്നപ്പോ ഞാനും കരുതി ഇപ്പൊ 200 ബോക്സ് അല്ലേ ഉള്ളൂ, ഇപ്പൊ ഇവര് കയറ്റി കറയും. അല്ല, 200 ഇവിടുന്ന് കയറ്റി ബാക്കി വേറെ കയറ്റാനായിട്ടായിരുന്നു. ഇവിടെ 200 അല്ലേ ഉള്ളൂ. ഇപ്പൊ ഷടയെന്ന് ഇവര് കയറ്റി വന്നിട്ട് ഇപ്പൊ പോയേക്കാന്നും വേണ്ട നിൽക്കായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പിരിവുണ്ട് 250 രൂപ മുനിസിപ്പാലിറ്റിയുടെ. അങ്ങോട്ട് കയറി പോകുന്നേരം 250 ഉണ്ടായിരുന്നു. 500 അവിടെ മാർക്കറ്റ് 750 രൂപ. പിന്നെ ഒരു കാര്യമുണ്ട്, ആപ്പിള് കയറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, വലിയ വാടകയൊന്നുമില്ല. എല്ലാത്തിനും അതിനായിട്ടുള്ള സമയമുണ്ടെന്നേ.
അതിനാന്ന് വെച്ചാൽ ഇവിടുന്ന് ആപ്പിൾ കയറ്റി ഹിമാചലിൽ നിന്ന് പോകുന്ന വാടക പോലും ഇല്ല ഇവിടുന്ന് അതിനാന്ന് വെച്ചാൽ ഈ ആപ്പിൾ സീസൺ കേൾക്കുമ്പോഴേ വണ്ടിക്കാരെല്ലാം വെട്ടിങ് പോരുമല്ലേ. അപ്പം വണ്ടി കൂടുതലും ലോഡ് കുറവാണെങ്കിൽ വാടക ഇവര് പറയുന്നതാ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ വാടക വെച്ച് 2014 ഞാൻ ആദ്യം ശ്രീനഗറിൽ വരുമ്പം ഉള്ള വാടക പോലും ഇപ്പോഴില്ല. അതിലും താന്നു. ഡീസലിന് എന്തേരം വില കൂടി അത് കഴിഞ്ഞ്. അന്നത്തെ ഡീസൽ വില എത്ര ആയിരുന്നു, ഇന്നത്തെ ഡീസൽ വില എത്ര? അതെ, ഡീസൽ മാത്രമോ? വേറെ ചെലവുകൾ എന്തേരം വർദ്ധിച്ചു. അതെ. പിന്നെ അന്നത്തെ അപേക്ഷിച്ച് ഒരു കാര്യം കുറവുള്ള പോലീസിന്റെ പിരിവ് കുറവുണ്ട്. അത് മാത്രമേ ഉള്ളൂ കുറവെന്ന് പറയാൻ. കഴിഞ്ഞ ദിവസം രാത്രി വന്നോണ്ട് കാണാൻ പറ്റിയില്ല ചിലന്നതിയൊന്നും. ഇപ്പൊ കണ്ടുപോകാം. അല്ല, ലോഡ് കയറ്റിട്ട് വരാനാണെങ്കിൽ നമ്മളിവിടെ രാത്രിയിൽ എപ്പോഴേലും വരുള്ളായിരുന്നു. പിന്നെ ആപ്പിള് കയറ്റിക്കൊണ്ട് പോയാൽ നമ്മൾ പെട്ടെന്ന് പോവുകയും ചെയ്യണം. വഴിയിലൊന്നും നിൽക്കാതെ പെട്ടെന്ന് പോകണമല്ലോ. ഇപ്പം വേറെ എന്തെങ്കിലും ലോഡാണെങ്കിൽ അതും ഇല്ല, പതുക്കെ പോയാൽ മതി. ഈ നിൽക്കുന്ന എല്ലാം ആപ്പിൾ മരം. ആപ്പിളല്ല കേട്ടോ, മറ്റേ പേരാ. ആപ്പിളും ഉണ്ട്. പക്ഷെ ആപ്പിളും എല്ലാം പറിച്ചാന്ന് കുറയല്ല. ഇതെല്ലാം പറിച്ചാന്ന് തോന്നുന്നു. കുറവാ. ഇതും ഒരു ആപ്പിൾ തോട്ടോ. ശരിക്കും ലോഡ് ഇറക്കി കഴിഞ്ഞ് എത്ര ദിവസമായല്ലേ? അതെ. ഈ ഇങ്ങനെ ചുമ്മാ കിടക്കുന്ന ഭയങ്കര മടുപ്പാ. ലോഡ് കയറ്റി കിട്ടിയാൽ വിട്ടങ്ങ് പോകായിരുന്നു. അതെ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര മടുപ്പില്ല. അല്ല, അപ്പൊ 3-4 ദിവസം കറങ്ങാൻ പോയില്ലേ? അത് ശരിയാ, കറങ്ങാൻ പോയി. തപ്പി വരുമ്പോ തപ്പി കിട്ടണം. അപ്പൊ തന്നെ കിട്ടിയാലേ രസമുള്ളൂ. അല്ല, അന്നേരം ലഡാക്കിൽ പോയില്ലേ? ലഡാക്ക് പോയി, ബാരാമുള്ള പോയി. അതെ. അതല്ല, കറക്കം കഴിഞ്ഞ് ലോഡ് തപ്പി വരുമ്പം ലോഡ് എടുത്തു വെച്ചിരുന്ന് കാണുമ്പോ ഒരു രസമല്ലേ? അതെ, ലോഡ് ഉടനെ കിട്ടിയാൽ നല്ലതാ. ഇല്ല, മടുപ്പാ. ഇതിങ്ങനെ തന്നെയാ ലോറിപ്പണി. ഒരു ദിവസമൊക്കെ ലോഡ് ഇല്ലാതെ കിടന്ന രസമാ. അതെ. ഇത്രയും ലോങ് ഓടി വന്നു വെച്ചാൽ ഒരു ദിവസം ലോഡ് ഇല്ലെങ്കിൽ സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം. പക്ഷെ പിന്നെ രണ്ടാമത്തെ ദിവസം തൊട്ട് മടുപ്പാ. അതെ, ഈ കണ്ടിന്യൂസ് ഇങ്ങനെ വണ്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഓടുന്ന ഒരു രസം, ഒരു മടുപ്പും ഇല്ല. അതെ. താങ്ക്സ് ഫോർ ദ വിസിറ്റ്. PWD R&B സോർപൂർ വിഷസ് യു എ ഹാപ്പി ജേർണി. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോയാൽ ബാരാമുള്ള. ഇത് ബാരാമുള്ള ശ്രീനഗർ ഹൈവേ ഉണ്ടോ? ബാരാമുള്ളക്ക് 12 കിലോമീറ്റർ ഉള്ളൂ റൈറ്റിലേക്ക്. ഉറി 60 കിലോമീറ്റർ, കാമൻ പോസ്റ്റ് 74, മുസാഫറാബാദ് 126 കിലോമീറ്റർ. ഉറി ബോർഡറാ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് ഉറി. ആ മുസാഫറാബാദ് വായിച്ചില്ലേ? അത് പാകിസ്ഥാനിലെ സ്ഥലമാണ് കേട്ടോ. പണ്ടതിലെ വണ്ടി ഒക്കെ പൊക്കോണ്ടിരുന്ന. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പൊക്കോണ്ടിരുന്നല്ലേ? പണ്ട് നമ്മള് കാശ്മീരിന് പൈനാപ്പിൾ ലോഡ് ഉണ്ടായിരുന്നല്ലോ. അത് ശരിക്കും ഈ പൈനാപ്പിൾ ഇവിടെ വരുന്നത് ശരിക്കും ഇവിടെ ഭയങ്കര തണുപ്പുള്ള സമയത്താണ്. അപ്പോൾ ഇവിടെ അത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഇവിടുത്തെ ലോക്കൽ വണ്ടിയിൽ കയറ്റി 6 വീൽ വണ്ടിയിൽ ഓരോ ബോക്സിൽ പാക്ക് ചെയ്തിട്ട് ഈ ആപ്പിൾ വരുന്ന പോലെ പൈനാപ്പിൾ പാക്ക് ചെയ്തിട്ട് ആപ്പിൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ബോക്സിനകത്ത് പാക്ക് ചെയ്ത് ഇത് പാകിസ്ഥാനിലേക്ക് പോകുമായിരുന്നു ഇവിടുത്തെ ലോക്കൽ വണ്ടിയിൽ. പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളായതിനു ശേഷം ആ ബിസിനസ് ഒന്നും ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പം. ഇതെല്ലാം ആപ്പിൾ തോട്ടങ്ങളാണ്. നമ്മൾ ഇന്നലെ പോയില്ലേ, ആ ഉറിക്ക് അടുത്ത് വരെ പോയായിരുന്നു. നമ്മളെ പിന്നെ ഇവിടെ ബാരാമുള്ളന്ന് ഒരു 10-40 കിലോമീറ്ററേ ഉള്ളൂ ഉറിയ ബോർഡർ. ഈ 2 സൈഡും ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിൾ കയറ്റാനോ പറ്റിയില്ല. അപ്പം തോട്ടത്തിന് നടുക്കൂടെ വണ്ടി ഓടിച്ചോണ്ടേലും പോവാം. അതെ, കണ്ടങ്ങ് പോവാം. NH1 നമുക്ക് കയറ്റാനുള്ള ലോഡേ അത് എവിടെയോ ഇരിപ്പുണ്ട്. നമുക്കുള്ളത് വരും. അതെ, ഉണ്ണി പറയുന്ന പോലെ പറഞ്ഞിട്ടില്ലേ. ഈ NH1 നേരത്തെ ന്യൂഡൽഹിയിൽ നിന്ന് തുടങ്ങി പഞ്ചാബിലെ അട്ടാരി ബോർഡറിൽ അവസാനിക്കുന്ന ഹൈവേ ആയിരുന്നു. പഞ്ചാബിലെ അട്ടാരി ബോർഡറിൽ. ഇപ്പോൾ ആ ഹൈവേ NH44 ഭാഗമായി. അപ്പം ഈ NH1 എന്നുള്ളത് ഈ ഹൈവേക്ക് കൊടുത്തു. ഇപ്പോൾ NH1 പാകിസ്ഥാൻ ബോർഡറായ ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറിയിൽ നിന്ന് തുടങ്ങി ലഡാക്കിലെ ലേയിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ഇത്. ഏകദേശം 535 കിലോമീറ്റർ ഉണ്ട് ഈ ഹൈവേയുടെ നീളം. ഈ NH1 കടന്നു പോകുന്ന മെയിൻ സ്ഥലങ്ങൾ ഉറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാരാമുള്ള, ശ്രീനഗർ, സോനാമർഗ്, സോജില പാസ്, ദ്രാസ്, കാർഗിൽ, ലേ. അതെ, നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് ഒക്കെ വളരെ മോശമാണ്. ഈ കടയിൽ നിന്നല്ലായിരുന്നു കഴിപ്പില്ല. അതെ, കടയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കടയിൽ നിന്നും കഴിക്കണമെന്ന് മോഹം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അടുക്കളയൊക്കെ അടച്ചു വെച്ചേക്കായിരുന്നു. അതെ, നമ്മൾ ഒരു സ്ഥലത്ത് വന്നാൽ നമ്മൾ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മള് കുക്ക് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാനും പൊന്നൂന്റെ കൂടെ അങ്ങ് കൂടി. പക്ഷെ ഇന്ന് കഞ്ഞി വെക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി. ഞാൻ എത്തിയിട്ടില്ല, എന്നാൽ ഇവർ എത്തിയത് കൊണ്ട് ഞാൻ ആ കൂടെ കൂടാന്ന് വെച്ചു. എന്താണേലും കുറെ വർഷങ്ങളായിട്ട് ഓണത്തിന് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഓണം വഴിയില്ല. എന്റെ ഓണം വഴിയിലായി. അതെന്റെ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ എല്ലാവരുടെയും ഓണം വഴിയിലായി. നിങ്ങൾക്ക് പിന്നെ അതൊന്നും പുതിരയല്ലല്ലോ. ഞാനാണ് രാജസ്ഥാനിൽ നിന്നും കാശ്മീരിൽ നിന്നും കുറെ വളയും കമ്മലും ഒക്കെ മേടിച്ച് എന്റെ സാരിക്ക് ചേരുന്ന പോലെ ബ്ലൗസിനും സാരിക്കും ചേരുന്ന സ്വപ്നം കണ്ടു വെച്ചതാ. അത് എപ്പോ വേണേലും ഇടാമല്ലോ. അല്ല, ഞാൻ ഓണത്തിന് ഇടാൻ വെച്ച ഔട്ട്ഫിറ്റാണ്. അതിന് വെള്ളത്തിലായില്ലേ. ഓണം ഇനിയുണ്ടല്ലോ. ഓണം അടുത്ത കൊല്ലല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ ഐഡിയ മാറൂല്ലോ. അപ്പൊ ഞാൻ വേറെ തുണി മേടിക്കണല്ലോ. പിന്നെ ഇവിടെ എന്താ പരിപാടിയാണോ?
കല്യാണം എന്തോ ഫങ്ഷനാണ്. ശരിക്കും ഈ ശ്രീനഗറിൽ വന്നാലേ ആപ്പിൾ ഇല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ഒരു ലോഡും ഇല്ല. പിന്നെ പഞ്ചാബ് ചെന്നാലേ എന്തായാലും കയറ്റി പോകാൻ പറ്റുള്ളൂ. ആപ്പിൾ അല്ലാതെ ഒരു സാധനം ഇല്ലല്ലേ? ഇല്ല. കണ്ടോ ആ വരുന്നതൊക്കെ തോട്ടത്തിൽ നിന്ന് ആപ്പിള് വരുന്ന പിക്കപ്പ് തടിപ്പെട്ടി പോകുന്നുണ്ടോ? കണ്ടോ ഇതും ആപ്പിള് കയറ്റുന്ന കേട്ടോ. ഇതും വേറെ തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ ട്രാക്ടറിനൊക്കെ കൊണ്ടുവന്ന് ലോഡ് കയറ്റുന്ന. ശ്രീനഗറിൽ എന്നാണേലും ഒട്ടും തണുപ്പില്ല, ചൂടാ പറയുകയാണെങ്കിൽ. രാത്രി ചെറിയൊരു തണുപ്പ് അത്രേ ഉള്ളൂ. ശ്രീനഗർ 33, ജമ്മു 334, ജവഹർ ടണൽ 127. ജവഹർ ടണലൊക്കെ നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. അതല്ല പുതിയ ടണൽ ആ മലയ്ക്ക് അടിയിൽ കൂടെ വന്നു. പണ്ടത്തെ ടണലായിരുന്നത്. അത് ഏത് ടണലാ ഈ ജവഹർ ടണൽ? ബനിഹാൾ കാസിഗുണ്ട് ടണലില്ലായിരുന്നു, അതിന്റെ മുകളിലത് എന്ന് പറഞ്ഞാൽ പഴയ വഴി പോകുമ്പോൾ അന്നുണ്ടായിരുന്ന അന്ന് ഈ ഒരു ടണലേ ഉള്ളൂ. പിന്നെ എനിക്ക് താഴെ ഒരു ടണൽ ഉണ്ടായിരുന്നു എന്നൊരു സംശയം. ആ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത് ഏകദേശം ഒരു 2.25 കിലോമീറ്റർ നീളമുള്ള ചെറിയ ടണലാണ്. ഒത്തിരി പൊക്കമുള്ളതിലോടൊന്നും പോകത്തില്ല. അവിടെ ഒരു കടയിലൊരു സാധനം ഉണ്ട്, നമുക്ക് പോയി നോക്കിയിട്ട് തരാം. നോക്കിട്ടെന്താ പറയാ, മേടിക്കണം. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? അതെ, ട്രൈ ചെയ്യാം. കഴിക്കുന്ന ഒരു സാധനമാണ്. ആയിക്കോട്ടെ. ഇതേ തന്തൂരിയാന്ന് എനിക്ക് തോന്നണം, ഇങ്ങനെ കോലെ കുത്തിയേക്കുന്ന സാധനം. അല്ല, തന്തൂരി അല്ല. അല്ല, തന്തൂരി എന്നല്ലേ ഇതിന് പറഞ്ഞേ? അല്ലല്ല, ടിക്ക. അതാണ് സാധനം. തന്തൂരി ടിക്ക മാറി മാറിപ്പോ. ഇത് മട്ടന്റെ ഒരു സാധനമാണ്. ഇങ്ങനെ മട്ടൻ ടിക്ക വേറെ ഒന്നുമില്ല, ഇങ്ങനെ പൊള്ളിച്ചെടുക്കും കനലിനകത്ത് ചുട്ടെടുക്കും. അല്ലേ, ഇതിവിടെ എല്ലായിടത്തും കിട്ടുന്നതാണ്. ചൂടുകാലം ആയതുകൊണ്ട് ഇപ്പൊ കുറവാ, തണുപ്പ് കാലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പച്ചയ്ക്ക് വേണമായിരുന്നോ? പിന്നെ അതെന്നാ ചോദ്യമാ? താനിത് പറഞ്ഞപ്പോഴാ ഞാൻ സൈഡാക്കി. എന്തിനാ? തൻ്റെ കൂടെ ഞാനിവിടെ ട്രൈ ചെയ്യാനായിട്ടല്ലേ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വണ്ടി ഒതുക്കി. അതെ, പിന്നെ അത് കണ്ടപ്പോഴേ ഒതുക്കി, മനസ്സറിഞ്ഞ് അന്നേരം ഒതുക്കി. ആ സൈഡിലൊരു ഫാൻ വെച്ചിട്ടുണ്ട് കത്താൻ വേണ്ടി. നേരം ഊതി കൊടുക്കേണ്ട കാര്യമില്ല. ഫാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കനലിങ്ങനെ കത്തി നിൽക്കുമല്ലോ, എളുപ്പമുണ്ട്. അപ്പൊ ഇതിനകത്ത് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കും, ഇങ്ങനെ തൂത്ത് കൊടുക്കും. അത് 3 പേർക്ക് കൂടെ ഉള്ള കേട്ടോ. 3 പേർക്ക് കൂടെ അത്രേ പറഞ്ഞുള്ളൂ. അത് കണ്ടപ്പോ മുഖത്തെ ചിരിയുണ്ടോ? അതെ, ഞാനത് ഇന്നലെ കഴിച്ചായിരുന്നു, ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നും കഴിക്കണമെന്ന് ഓർത്താണ് ഞാൻ. അപ്പൊ ഇന്നലെ നമ്മൾ വണ്ടിയിലായിരുന്നല്ലോ, അവിടെ എടുത്തോണ്ട് ഉണ്ടായിരുന്നു. ഇന്നവിടെ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് പോകുന്നവർക്ക് കിട്ടിയപ്പോ സന്തോഷം. ഇത് നമ്മൾ പറയുന്നതനുസരിച്ച് അന്നേരം ഉണ്ടാക്കി തരിക. പിന്നെ മുളകും എല്ലാം പുരട്ടി ഇങ്ങനെ വെച്ചേക്കുക. കഴിച്ചു നോക്ക്, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ചൂടാ, ചൂടാണല്ലോ. അല്ല, ഏത് റൊട്ടി അല്ല, അത് പിന്നെ ഇപ്പൊ കനലെന്ന് എടുത്ത സാധനം പിന്നെ ചൂടല്ല. ഇപ്പൊ കഴിച്ചു നോക്കാൻ പറഞ്ഞ വാ വെള്ളയല്ലേ. അത് ശരി. നല്ലതാ. നമ്മളെ പഴയ കാലത്തേക്ക് പോവാ, തീയിൽ ചുട്ട് കഴിക്കുക. ഇതുപോലെ നമുക്ക് വണ്ടിയിലൊന്നും ഉണ്ടാക്കണം കേട്ടോ. 2-3 കമ്പി ഇതുപോലെ ഉണ്ടാക്കി വെക്കണം. ഇത് മേടിക്കാൻ കിട്ടും, ഉണ്ടാക്കണ്ട. ഇത് റൊമാലി റൊട്ടിയൊക്കെ പോലെ നല്ല സോഫ്റ്റ് റൊട്ടിയാ, കട്ടിയൊന്നും ഇല്ല ഇതിന്. അതിൻ്റെ കൂടെ സവോളയും പിന്നെ ക്യാരറ്റും. മുളക് പൊടി ഉണ്ടോ? ഇല്ല, മുളക് പൊടി ഇല്ല, മല്ലിയിലുണ്ട്. അപ്പോൾ അതെ, ഇന്നത്തെ ദിവസവും തീർന്നു. സമയം 7:50. ഇപ്പോഴും ചെറിയ വെട്ടമുണ്ട്, സൂര്യൻ അസ്തമിച്ചിട്ടില്ലെന്ന് പറയാം. ഒരു പാനിപ്പൂരിയും കൂടെ കഴിച്ചേക്കാം. ആയിക്കോട്ടെ. തേങ്ങ ഉണ്ടോ? തേങ്ങ പൂളി വെക്കുക. ഓരോ പൂളും ഓരോരുത്തരും ഒന്ന് മേടിക്കുന്നുണ്ട്. അത് കണ്ടോ അവരങ്ങനെ ചെയ്യുന്നുണ്ടോ? ചിരട്ട മാത്രം പൊളിച്ചെടുക്കും. ചിരട്ട പൊട്ടിക്കുക അല്ലേ? ചിരട്ട മാത്രം പൊട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കും. പാനിപ്പൂരി എങ്ങനെ ഉണ്ട്? നല്ലതാണോ? ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? അവിടുത്തെ പോലാണോ അതോ ഇവിടുത്തെ? അല്ല, അതേപോലെ തന്നെ. അതേപോലെ തന്നെ. പക്ഷെ ഇത് ഞാൻ കട്ടാ മീട്ട എപ്പോഴും പറയുന്നത്, ഇത് കട്ട മാത്രമേ ഉള്ളൂ, മീട്ട ഇല്ല. പാനിപ്പൂരി കഴിച്ചു കഴിഞ്ഞപ്പം പാനിപ്പൂരിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പോകുന്നത്, എവിടാന്നൊക്കെ ചോദിച്ചു. ഈ വണ്ടിയും കൊണ്ടാ വന്നതെന്ന് പറഞ്ഞു. പുള്ളി കൽക്കട്ടക്കാരനാ. അപ്പൊ ഇവിടെ ഈ പാനിപ്പൂരി കച്ചവടം ചെയ്യുന്ന. അപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പൊ സ്പെഷ്യലായിട്ട് പൊന്നുവിന്റെ 2 കഷ്ണം തേങ്ങാപ്പൂൾ. അപ്പൊ ഞങ്ങള് പറഞ്ഞു, ഞങ്ങള് കേരളത്തിലുള്ളവർ തേങ്ങാപ്പൂൾ വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി സമ്മതിക്കല്ല. പുള്ളിയുടെ ഒരു സന്തോഷത്തിന്, അതെ, ചേട്ടന്റെ സന്തോഷത്തിന് ചേട്ടൻ എനിക്ക് തേങ്ങാപ്പൂള്. എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് ഉണ്ടായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമ്മളെ തേങ്ങയുടെ അത്രയും ടേസ്റ്റ് പോരാ. പോരാ. ഇതെന്നാ പാനിപ്പൂരി എങ്ങനെ ഉണ്ടോ? പാനിപ്പൂരി നല്ലായിരുന്നു. ഇതുണ്ടോ ഇവിടുത്തെ കുതിരവണ്ടികളെല്ലാം നല്ല അടിപൊളി വണ്ടികളാണ്. കുതിരവണ്ടിയിലെ കുഷിയം കണ്ടോ? ഏത് കുഷ്യൻ? കുഷ്യൻ ഇട്ടേക്കുന്നതല്ല, പുല്ലും വെട്ടിക്കാണ് വീട്ടിൽ പശുവിന് കൊടുക്കാനുള്ളത്. ഇന്ധനമായിരിക്കും മിക്കവാറും. ചിലപ്പോൾ അങ്ങനെ ആവാം. സൈഡിലെല്ലാം ഹോട്ടലുകളുണ്ട്. കാർഗിൽ 230, ഗുൽമർഗ് 49.
അപ്പോൾ നമ്മളിത് ശ്രീനഗർ ടൗണിലേക്ക് ചെല്ലുകയല്ല, ടൗണിൽ കയറാൻ പറ്റുകയല്ലോ, നോ എൻട്രി ആണല്ലോ. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ദാലിലേക്കൊക്കെ പോകണോ? ദാലിലേക്ക് കാണണോ പൊന്നു? വേണ്ട, ഒന്ന് കണ്ടതല്ലേ, ഒന്നല്ല കുറെ തവണ കണ്ടതാ. അതുകൊണ്ട് വലിയ ഇതില്ല. അതെ, എന്നാലും വേണേ ഒന്നുകൂടെ കണ്ടോ. ശ്രീനഗറിന് അടുത്ത് കൊണ്ട വണ്ടി നിർത്തി, ഒരു 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇന്ന് കഞ്ഞി ഇട്ടേക്കാന്ന് വെച്ചു അല്ലേ? കഞ്ഞി വെച്ചിട്ട് 2 ദിവസമായി. അതെ, 2 ദിവസമൊന്നും അല്ല കേട്ടോ. നമ്മൾ എവിടെ നിന്ന് വെച്ചായിരുന്നു? നമ്മൾ ലാസ്റ്റ് എവിടെ നിന്ന് കഞ്ഞി വെച്ചത് ഓർത്ത് നോക്കി. ദ്രാസിലേ നമ്മൾ ആ വീട്ടിലൊക്കെ പോയി, അവിടുത്തെ വീട്ടിൽ പോയ അന്ന് വെച്ചാ. അത് ശരിയാ, ലാസ്റ്റ് അന്നാ വെച്ചത്. പിന്നെ കഞ്ഞി വെച്ചിട്ടില്ല. പിന്നെ കടകൾ ഉണ്ടായിരുന്നല്ലോ. കടകൾ അല്ലാത്തടത്തും ഉണ്ടല്ലോ. അല്ല, എന്നാലും നമ്മൾ നോക്കട്ടെ, കടന്നൊക്കെ കഴിക്കാൻ പറ്റി വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ചില്ല. അത് ശരിയാ. കിളിയെ ചെറുതായിട്ടൊന്ന് കിടന്നാ മയങ്ങിപ്പോയി. ക്ഷീണമുണ്ട്. ഇത് കിളി എഴുന്നേറ്റ് കേട്ടോ. അരി അടുപ്പേ കയറി. അതെ, ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഞ്ഞി റെഡി. ഇപ്പോഴേ വണ്ടി ഒരു ശകലം പുറകോട്ട് നീക്കിയിട്ട് കൊടുക്കണം. എന്നറിയോ, അവിടെ വണ്ടി തിരിയുന്ന ഒരു സ്ഥലമാണ്. ബീൻസ് മെഴുക്ക് പുരട്ടി വെക്കാൻ അറിയാവോ? അതൊക്കെ ഇങ്ങനല്ലേ പഠിക്കുന്നത്. എന്തേലും ഉണ്ടാക്കി തന്നിട്ട് പ്രശ്നം എന്തേലും ഉണ്ടായിരുന്നോ? ഇല്ലില്ല. അപ്പൊ പിന്നെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അറിയാവുന്ന ചോദിക്കുന്നതിനകത്ത് എന്താ കുഴപ്പം? അതെ, നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അറിയാവുന്ന ഒരാളോട് വിളിച്ചു ചോദിക്കാം. എങ്ങനെയാണെന്ന് ചോദിക്കുക, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഒരു പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ നമ്മളത് പഠിച്ചല്ലോ, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, കിളി ഒന്ന് ഡോർ തുറന്ന് വെളിയിലോട്ട് നോക്കി വെച്ച് പിന്നെയും കിടന്നു കേട്ടോ. കഞ്ഞി ആയോ എന്നായിരിക്കും നോക്കിയത്. അതായിരിക്കും. പയറ് വെക്കാണ്. പിന്നെ മെഴുക്ക് പുരട്ടി വെച്ചോ. ഉറക്കമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ക്ഷീണമായി, മടുത്തു. എന്നോട് പറയാ വീട്ടിൽ പോയാൽ മതി എന്നെങ്ങനെയാലും. ഓ, അത്രയ്ക്ക് ക്ഷീണമായി? അതിന് മാത്രം എന്നാ ക്ഷീണിക്കാൻ? അതാ വെള്ളത്തിന്റെ ഇവിടെ ഭയങ്കര കട്ടിയുള്ള വെള്ളം. അതാ ഒരു മടുപ്പ് തോന്നണേ. അല്ലേ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി കേട്ടോ. കടയൊക്കെ പൊട്ടിച്ച് നമുക്ക് മെഴുക്ക് പുരട്ടിയുടെ പരിപാടിയിലേക്ക് തുടങ്ങിയേക്കാം. മെഴുക്ക് പുരട്ടിക്ക് കടുക് വേണോ? കടയൊക്കെ പൊട്ടിക്കും. പിന്നെ ഞങ്ങൾ എല്ലാ സാധനത്തിനകത്തും കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ട്. കറിവേപ്പില ഇത് വെക്കാൻ അറിയാവോ? ഇങ്ങനെയല്ല പഠിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു വെജിറ്റബിൾ കറി രാജേഷ് വെക്കുന്നത്. പിന്നെ എന്ത് പറ്റുമല്ലയ്യ? അതിനകത്ത് വറ്റൽമുളക് കിട്ടോ? വറ്റൽമുളകോ? അതൊക്കെ കിട്ടും. ഈ ശ്രീനഗറിലെ നമ്മൾ തണുപ്പ് കാലത്ത് വന്നാൽ കൊതുകേ ഇല്ല, പക്ഷെ ഇപ്പം നല്ല കൊതുക് കേട്ടോ. അതെ, തേങ്ങാക്കൊത്തില്ല കേട്ടോ. തേങ്ങാക്കൊത്ത് ഇല്ലാതുള്ള മെഴുക്കുവരട്ടിയാ. തേങ്ങാക്കൊത്ത് ഇടും ഇതിനകത്ത് സാധാരണ മെഴുക്കുവരട്ടി. എന്നാ ഒരു തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കി മിച്ചം വരും, അത് നമുക്ക് കേടാവും. പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച്. മുളകുപൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി. കുറച്ചേ ഉള്ളൂ. ഇനി നമുക്ക് ബീൻസും സബോള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ചെറിയുള്ളി ഇട്ടില്ലായിരുന്നോ? ചെറിയുള്ളി ഇട്ടായിരുന്നു ആദ്യം ഇട്ടോ. അത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അത് കടുവ് ഇറക്കുന്നൂടെ ഉള്ള, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചെറിയുള്ളിയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. അത് സവോള വേണമെന്നും ഇല്ലായിരുന്നു, ചെറിയുള്ളി ഉണ്ടായിരുന്നു, അത് തന്നെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതിയായിരുന്നു. വെള്ളം ഒഴിക്കോ? ഒരു ശകലം വേകാനായിട്ട്. അത് ശകലം അങ്ങനെ ഒഴിക്കാവുള്ളൂ. പിന്നെ കഞ്ഞിയായി. പിന്നെ ഇതിനായോന്ന് ചോദിച്ചേ? കഞ്ഞിയൊക്കെ എപ്പോഴേ ആയി. ലോഡ് കയറ്റേണ്ട ലൊക്കേഷൻ കിട്ടിയില്ല ഇതുവരെ. കിട്ടിയില്ലേ? അതറിയത്തില്ല. അപ്പൊ മിക്കവാറും ഇന്ന് ഇവിടെ കിടക്കേണ്ടി വരും. ഈ ലോഡ് ആവുമോ? ആപ്പിൾ കയറ്റാൻ പോയാലാവുമോ? ഇല്ലില്ല, അതില്ല. കഞ്ഞി എങ്ങനെയുണ്ട്? വെന്തോ? കഞ്ഞി വെന്തു. കഞ്ഞിവെള്ളം കളയില്ലേ, കുടിക്കാം. ഫുഡൊന്നും വയ്ക്കാതെ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ കഴിച്ചു വരുമ്പോഴേ ശകലം കഞ്ഞിവെള്ളം കിട്ടിയാലും മതി. അതിനും എന്നാ ടേസ്റ്റാന്നറിയോ? അതെ, കഞ്ഞി കുറച്ചാണ്, അരി കുറച്ചേ കിട്ടുള്ളൂ. ഇപ്പം പറഞ്ഞ കേട്ടില്ലേ, നിങ്ങൾ കുടിച്ചോ, എനിക്ക് വേണ്ടെന്ന്. അല്ല, പഴയ കഞ്ഞി കുടിക്കണ്ടേ? അതിനുള്ള ഉണ്ട്, വൈകിട്ട് വേണ്ടല്ലോ. അതെ, കഞ്ഞിവെള്ളം എടുത്തപ്പോഴാ ഒരു കാര്യം ഓർത്തത്, മെഴുക്ക് പുരട്ടിക്ക് ഉപ്പിട്ടില്ല. എന്നാ ഉപ്പെടുത്തിട്ട്. ഇതേടാ, ഉപ്പൊക്കെ അന്നേരം ഇടണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് ഇളക്കി വെക്കണമായിരുന്നു കേട്ടോ. ഉപ്പിടാ. ഉപ്പ് പാകത്തിനായിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ. തീ കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച്. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി. ചൂട് കഞ്ഞിയും ചൂട് മെഴുക്ക് പുരട്ടിയും.
അച്ചാറും. മെഴുക്കുവരട്ടി കൊള്ളാം കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ കൊള്ളാം. മെഴുക്കുവരട്ടിക്ക് കുറച്ചും കൂടെ ഉപ്പാകാൻ ഒരു ശകലത്തിന് പുറമുണ്ട്. പിന്നെ ഉപ്പിച്ചിരി കഞ്ഞിക്കകത്ത് കൂടുതൽ ഇട്ടാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അതെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മുന്നോട്ടെങ്ങാനുവേ അല്ല പമ്പിൻ്റെ അടുത്തോട്ട് മാറ്റിയിടാം. ഇത് സർവീസ് റോഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്. കഞ്ഞി കുടിച്ചപ്പോൾ എന്താ സുഖം. സത്യമാ. ഇപ്പം അതെ പമ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഒതുക്കി. അവിടുന്ന് കണ്ടപ്പോൾ ഇടയില്ലെന്നൊക്കെ തോന്നി, പക്ഷേ ഇടയുണ്ട്. ഇവിടെ കുഴപ്പമില്ല. ഇതുണ്ടല്ലേ പമ്പിന്റെ ഫ്രണ്ടിൽ തന്നെ, ആ സൈഡ് ടാങ്കിന്റെ സൈഡ് ആക്കിയാലും പമ്പിന്റെ സൈഡിലല്ലേ. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുണ്ട്, അതുകൊണ്ട് രണ്ട് സൈഡും സേഫാ. ഇവിടെ ഒരു ATM അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതല്ല JNK ബാങ്കിന്റെ ATM. കാര്യം നല്ല സേഫൊക്കെയാ. രാവിലെ ചിലപ്പോൾ എഴുന്നേറ്റ് പോകേണ്ടി വരും. ശകലം തിരക്കുള്ളതാന്നാ തോന്നുന്നത്. തിരക്കുള്ള സ്ഥലമായിരിക്കും. അതെ, ചിലപ്പം രാവിലെ ആരെങ്കിലും വന്ന് നമ്മളെ വിളിച്ചെഴുന്നേപ്പിക്കും, അന്നേരം എടുത്ത് മാറ്റിയാൽ മതി. അതാ നല്ലത്. അതെ, രാവിലെ നല്ല തിരക്കാ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ വണ്ടി ഒതുക്കിയിരുന്നത്. ഇവിടുന്ന് ലാൽ ചൗക്കിലേക്ക് 10 കിലോമീറ്ററേ ഉള്ളൂ. ദാലിലേക്ക് 20 കിലോമീറ്റർ കാണിക്കുന്നത്, പക്ഷേ 20 കിലോമീറ്റർ ഇല്ല. എന്നുവെച്ചാൽ ദാലിലേക്കിൻ്റെ ഒരുപാട് പോയിന്റുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏറ്റവും അടുത്തെത്താൻ ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. ശ്രീനഗർ 6 കിലോമീറ്റർ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ഉറക്കമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കമൊക്കെ അടിപൊളിയല്ലായിരുന്നു. നല്ല ഉറക്കം. 11 മണിക്ക് കിടന്നിട്ട് രാവിലെ 8:30 വരെ കിടന്നുറങ്ങി. ആരും വന്ന് വിളിച്ചില്ലല്ലേ? ഞാൻ 7 മണിയായപ്പോൾ എഴുന്നേറ്റ്. ശ്രീനഗർ ബസ് പന്താ ചൗക്ക് ടു സഫാപോറ, ശ്രീനഗർ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ്. ഇലക്ട്രിക് ബസ്സാ. രാവിലെ ഭയങ്കര ഓണടിയാണല്ലോ. ഇവരിങ്ങനെ ഓണടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പഴയ കാശ്മീരി ബസ്. ഇന്നലെ രാത്രി നമ്മൾ വരുമ്പോൾ ഇവിടെ ഒട്ടും തിരക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ തിരക്കുണ്ടോ? അത് രാത്രി 11 മണിയായിട്ട്. അയ്യോ, ഇതെന്ത് തിരക്കായില്ല രാവിലെ ശ്രീനഗർ ഉണർന്നു വന്നു. നല്ല ഉണർച്ചയിലെത്തി. അതെ, നല്ലൊരു ഉണർച്ചയാണെന്ന്. അപ്പൊ ഈ ട്രാഫിക്കിനകത്തൂടെ കുതിരവണ്ടി വരുന്നുണ്ടോ? കുതിരാൻ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്നുണ്ട് അതല്ലേ. ഇന്നലത്തെ കാറെ തട്ടിയാ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ചായ പറഞ്ഞിട്ടുണ്ട്. ചായ അവിടെ എടുത്തോണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല ചൂട് ചായ കുടിക്കട്ടെ. അതെ, താങ്ക് യു. മധുരം കുറച്ച് പറഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞു നല്ല ചായ എടുത്തു തരാന്ന് പറഞ്ഞു. ഒരു 3 പീസ് അങ്ങ് പറഞ്ഞു കട്ട് ചെയ്യുന്നു. അതെ, കേക്ക് ഓരോ കഷ്ണം മേടിച്ചോ. താങ്ക് യു. വലിയ പീസാണല്ലോ. വലിയ പീസാ. അപ്പൊ ഇതേ കട നമ്മളെ ഏൽപ്പിച്ചിട്ട് കടക്കാരൻ പോയി. പുള്ളി ബിരിയാണി ഉണ്ടാക്കാൻ പോയി. ഉച്ചയ്ക്ക് ബിരിയാണി കൊടുക്കണ്ട ഇവിടെ, അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോയി. നിങ്ങൾ ഇവിടെ ഇരുന്നോ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് ലോഡിന്റെ കാര്യം എന്തായെന്ന് അറിയണ്ടേ? എല്ലാം ആയോ? പിന്നെ ലോഡ് ഇവിടെ നമ്മുടെ റെഡിയാണ്. ഒരാളിങ്ങോട്ട് വരും, ഉടനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ. ചുമ്മാ വണ്ടിയെ കയറ്റിയിട്ട് അങ്ങ് പോയാൽ മതി. അപ്പൊ ഇവിടെ ഇങ്ങനെ നീണ്ടു തോന്നിരിക്കാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കുറെ ദിവസമായിട്ട് റെസ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചായയൊക്കെ കുടിച്ചു. ഇനി കടക്കാരന് ആരും ഇല്ല അവിടെ. നമ്മളെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. കുറച്ച് പേരൊക്കെ വന്നായിരുന്നു. അവരോടെല്ലാം നമ്മൾ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കാൻ പോയേക്കാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ലോഡ് കയറ്റാൻ വേണ്ടി പോവാം. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ മുന്നോട്ട് ചെന്ന് അവിടെ നിൽക്കാനാ പറഞ്ഞത്. എല്ലാം ട്രിപ്പ് വണ്ടികളാ. എല്ലാരും വിളിച്ചപ്പോ കയറിക്കൊണ്ട് പോയായിരുന്നു നമ്മളെ. ഇപ്പോഴും തിരക്കല്ലേ, ഭയങ്കര തിരക്കാ. ഇത് ടൗണല്ലേ? വേഗം ലൊക്കേഷൻ ഒന്നും കിട്ടിയില്ല, ആള് വരും അവിടെ. നമുക്ക് പതുക്കെ ഇവിടുന്ന് നീങ്ങിയേക്കാം. രാവിലത്തെ തിരക്ക് ഇച്ചിരി കുറഞ്ഞു. സമയം ഇപ്പോൾ 10-11 മണിയായി. അതുകൊണ്ട് തിരക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് റോഡിൽ. ഗവൺമെൻറ് യുനാനി ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ഡയറക്ടറേറ്റ് ഓഫ് ആയുഷ്. നമ്മളെ ഏകദേശം വന്ന് നിന്ന സ്ഥലം കറക്റ്റായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞു പോകാനെല്ലാം കറക്റ്റ് സ്ഥലത്താണ്. അധികം സ്ഥലം അറിയത്തില്ലായിരുന്നല്ലോ ഇന്നലെ. ഏകദേശം ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മളിവിടെ നിന്ന്. ഇത് പഴയ ഒരു മസ്ജിദാണ് ഇവിടുത്തെ. ഇതെന്തോ എന്ത് കാറുകൾ കിടക്കുന്നത് നോക്കി. ഇത് പിടിച്ചിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. കാറുകളും ബൈക്കുകളും ബസ്സും ലോറിയും എല്ലാം ഉണ്ട്. പഴയ ഒരു 407 ഉണ്ട്. ഇത് എന്തേരം വണ്ടികളാണ് ഇങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ട് തുരുമ്പ് പിടിച്ച് നശിക്കുന്നതെന്ന്. നമ്മൾ ആ റിവേഴ്സ് എടുക്കാൻ നേരം ഇച്ചിരി തിരക്ക് കുറവുണ്ട്. ഇത് ഇങ്ങോട്ട് വന്ന് ഭയങ്കര തിരക്കാണല്ലോ. അതിവിടെ സിഗ്നൽ അതാന്ന് തോന്നുന്നു. സിഗ്നൽ ഇല്ല. സിഗ്നൽ ഉണ്ട്, അത് ഓണല്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് നമുക്ക് ബൈപ്പാസ് വഴിയാ പോണ്ടേ. നമുക്ക് റൈറ്റിലേക്കാണ് പോകണ്ടേ. റൈറ്റിലേക്ക് പിടിച്ചോ കേട്ടോ. റൈറ്റിലേക്ക് ചേർന്നു. നേരെ പോയാൽ ലാൽ ചൗക്ക്, ദാൽ ലേക്ക്, ശ്രീനഗർ എല്ലാം നേരെ. നമുക്ക് റൈറ്റാണ്. ജമ്മു 269 കിലോമീറ്റർ. ശ്രീനഗർ ബൈപ്പാസിൽ കൂടെ പോവാം. ബൈപ്പാസിൽ നിന്നാണോ ലോഡ് കയറ്റേണ്ടത്? അതെവിടുന്ന് അവിടെ എവിടെ എന്നാലും ആയിരിക്കും. കറക്റ്റ് അറിയത്തില്ല, അങ്ങോട്ട് ചെന്നാലേ അറിയത്തുള്ളൂ. ഇവിടെയൊക്കെ വലിയ ഫ്ലൈ ഓവർ വരുന്നുണ്ട്, പണികളൊക്കെ നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവറൊക്കെ വന്നാൽ വലിയ തിരക്കില്ലാതെ അങ്ങ് പോവാം. അതെ,
ഇവിടുന്ന് NH44 നമ്മൾ കയറി. NH44 കയറി നമ്മൾ. അതെ, നീ 44 തന്നെ പിടിച്ചാൽ മതി. CRPF ആ വണ്ടി കണ്ടോ, നല്ല കളറ്. അല്ലെങ്കിൽ ഇതുപോലെ മങ്ങിയ നീലയാ, പുതിയതായിട്ട് പെയിന്റ് അടിച്ചാൽ തോന്നുന്നു. ഇവിടെ ഇത് വെളുത്തുള്ളിയൊക്കെ നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി കിട്ടും കേട്ടോ. ഇവിടുത്തെ ഏതാണ്ട് എല്ലാം പച്ചക്കറികളാണ്. ഇവിടെ ഇതൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു. അതെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്ലാനിങ് ആൻഡ് മാർക്കറ്റിംഗ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്, പരിമ്പോറ. ഈ വണ്ടിയിലേ പൈനാപ്പിൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് 2015. 15 17 ആയിരിക്കും. ഇത് പരിമ്പോറ മാർക്കറ്റ്. ഇവിടെ ഞങ്ങൾ കൊണ്ട് സവാള ഇറക്കിയത് ഇവിടെ. ആദ്യത്തെ ട്രിപ്പ് സവാള കൊണ്ട് വന്നിട്ട് ഈ മാർക്കറ്റിലാണ് കൊണ്ട് ഇറക്കിയത്. പിന്നെ പൈനാപ്പിളും കൊണ്ടും വന്നിട്ടുണ്ട്. സവാള ഇറക്കിയോ? അല്ലല്ല, പിന്നുള്ളപ്പല്ല. അതെല്ലാം സർക്കാർ ബസ്സുകളാണ് ഇവിടുത്തെ. എത്ര ബസ്സാണ് കിടക്കുന്നത് നോക്കി. എല്ലാം ടാറ്റയുടെ വണ്ടികളാണ്. ഇതിവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലാണ്. അതൊരു മെഡിക്കൽ കോളേജായിരുന്നു. SKIMS എന്നായിരിക്കും, ശ്രീനഗർ. SKIMS എന്നാണ്. ശ്രീനഗർ അല്ല, ഷേർ ഐ കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ആണോ? പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാ, പ്രൈവറ്റ് അല്ല. പ്രൈവറ്റ് അല്ലല്ലേ? അല്ലല്ല. ഡയറക്ടറേറ്റ് ഓഫ് J&K ഡിഫൻസ് അല്ല, ഫോറൻസിക് സയൻസ് ലബോറട്ടറി. ഇതെല്ലാം മെഡിക്കൽ കോളേജിന്റെ ഭാഗമാ. വലിയ മെഡിക്കൽ കോളേജാ. ഈ സൈഡുകളെല്ലാം വീടാ. ഉണ്ടോ? ഇവിടുത്തെ വീടുകളെല്ലാം നല്ല രസമാണ് കാണാൻ. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വീട് പോലല്ലോ, ഇത് ഇച്ചിരി വ്യത്യാസമില്ലേ? നല്ല വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഐസ് വീണ് കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? സ്നോ വീഴുമ്പോൾ നല്ല രസമായിരിക്കും കാണാതെ. ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയത്തൊക്കെ റോഡിലൊക്കെ മഞ്ഞ്. ഇതൊക്കെ ശ്രീനഗറിലേക്ക് ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ വിറക് വിൽക്കുന്നുണ്ട്. ഇവിടെ ഇതുണ്ടോ, വിറക് കടയാണ്. വിറക് കടയാണ്. ഉണ്ടോ? പൊട്ടിക്കുന്നുണ്ടോ? കോടാലിയൊക്കെ വ്യത്യസ്തമായ കോടാലിയാണ്. അതെ, രാവിലെ ഒരു ആപ്പിൾ കഴിക്കായിരുന്നല്ലോ. കിളി ശരിയല്ലേ? ഇതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് തരണ്ടേ? വണ്ടി ഓടിച്ചോണ്ടിരുന്ന എനിക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. ആശാന ഇന്നാന്ന് പറഞ്ഞ എടുത്ത് തരണ്ടേ? അങ്ങനല്ല, കിളി ഒരെണ്ണം എടുത്ത് ആശാന ഒരെണ്ണം കഴിക്കുന്ന പറഞ്ഞ് തരുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റാ. അതെ, ആ കൈ കൊണ്ട് തരുമ്പോ. അതെ. ബഡ്മാലു ഒരു മാർക്കറ്റ് ഉണ്ട്, ചെറിയ മാർക്കറ്റാ, ഭയങ്കര മോശം. അവിടെ പോയി ഒരു പ്രാവശ്യം സവാള ഇറക്കിയ ഞങ്ങള്. അതെല്ലേ? അയ്യോ, അതിനകത്ത് കൊണ്ട് വണ്ടി കയറ്റാനും പിടിക്കാനും ഇടയില്ല. ചെറിയ മാർക്കറ്റ്. ഈ പരിമ്പോറ വണ്ടിയാണല്ലോ അടിപൊളി മാർക്കറ്റാ, വലിയ മാർക്കറ്റ്. അവിടെ ഞാനും അജീഷോ 2022 വന്നു അവിടെ തന്നെ. ജമ്മു കാശ്മീർ പോലീസ്. അത് കണ്ടോ, ജീപ്പ് ഉണ്ടല്ലോ, താറ്. എന്റെ പുറയിൽ നിൽക്കാൻ കണ്ടോ, ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയേക്ക. ചാരി നിൽക്കാനായിട്ട് കമ്പിയും വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ആ പെട്ടി ഓട്ടോറിക്ഷയുടെ പുറയില 3 പേരിരിക്കുന്നുണ്ടോ. ടെങ്പോറ ചൗക്ക്. ഈ സൈഡിലേക്ക് പോകുന്ന വഴികളെല്ലാം ശ്രീനഗർ ടൗണിലേക്ക് പോകുന്ന. ഇപ്പോൾ നമ്മൾ ലോഡ് കയറ്റേണ്ട സ്പോട്ടിലെത്തി. ഇവിടുന്ന് ശകല ഉള്ളിലോട്ടെങ്ങാണ്ട ചെറിയ വഴിയൊക്കെയാന്ന് പറയുന്നു. നോക്കാം. ഇടയൊന്നുമില്ല. കാര്യം കുറച്ച് സാധനമേ ഉള്ളൂ. കിളിക്ക് ശാലം പണിയുണ്ട്. സൈഡ് പറയണം. വീതി ഇല്ലാത്ത വഴിയെ റിവേഴ്സ് എടുക്കണമെങ്കിൽ സൈഡ് പറയാതെ എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെയാ നോക്കിക്കോളാം. കറക്റ്റായിട്ട് നോക്കിയെന്ന് സൈഡ് പറയണം. ഇതുകൊണ്ടായില്ല, ഏകദേശം കുറച്ച് സാധനമേ ഉള്ളൂ. ബാക്കി ഇനി പഞ്ചാബിൽ നിന്ന് വല്ലതും നോക്കണം. അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.